മിസ്റ്റർ ബാബുലേൻ. സാർ. സാർ എന്താടാ ഇത്? സാറേ കൃത്യം എത്ര മണിക്കാണ് സാർ ഈ പേപ്പർ അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? ഈ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോൾ. വൺ മോർ ക്വസ്റ്റ്യൻ. നിശ്ചിത സ്ഥലത്ത് നിന്നും എത്രത്തോളം ആരോഗ്യത്തോടെയാണ് സാർ ഈ പേപ്പർ വലിച്ചെറിഞ്ഞത്? ഐ മീൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അവിടെ പോയി നോക്കാം, അവിടെ ഞാൻ അറിഞ്ഞ. ഇത് നോക്കിയേ, ഇതാണ് ഡമ്മി. ഡമ്മി ടു ഡമ്മി. ഇത് നമ്മൾ മോളിൽ പോയി താഴേക്ക് എറിയുന്നു. ഇത് എവിടെ ചെന്ന് വീഴുന്നു അവിടെ സാർ എറിഞ്ഞ പേപ്പർ ഉണ്ടാവും. CBI കളിക്കല്ലേ? സാറേ, ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ നോക്കണതാണ്, അതുകൊണ്ട് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ മോളിൽ പോയി ഇത് താഴേക്ക് എറിയാം. ഇവിടെ എവിടെ ചെന്നാണോ വീണോ നിങ്ങൾ നോക്കണം. കണ്ടില്ല? ഇല്ല, ഒറ്റ അവിടെ ഉണ്ടാ? ഇല്ല ഇല്ല. അവിടെ നോക്കിയേ. ഇല്ല. നെക്സ്റ്റ്. ഇല്ല. ത്രോ ഇല്ല. ഇവിടെ നിങ്ങളെ സാർ കിട്ടിയാ? പോയി, എല്ലാം പോയി. ആ മലയാളം സാർ ആ ബില്ല് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയാ കണ്ട മുറ്റത്തെ കണ്ട വലിച്ചെറിഞ്ഞു. ഇയാൾക്കത് ഭ്രാന്ത. വല്ലവന്റെ ബില്ലെടുത്ത് ചുരുട്ടി ദൂരകളായി. ഇയാളങ്ങ് സസ്പെൻഡ് ചെയ്താൽ അത് അവന്മാരെ ഏറ്റെടുത്ത്. ഏവന്മാര്? ആ പൊറിഞ്ചും മമ്മും രവിയൊക്കെ അവന്മാർ ഏറ്റെടുത്താ? പിന്നെ നീ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്തോ? യവന്മാർ ഇതൊക്കെ തകർത്തെറി. നീ മറ്റേ കാര്യമൊന്നും പറഞ്ഞില്ല. ഏത് ഭാര്യ? ഞാൻ പറയൂ? നാണക്കേടാണ്. ആയിരിക്കും എനിക്ക്. എനിക്ക് പറയല്ലേ? ഞാൻ പറയൂ കേട്ടെ. സത്യം സത്യം. ഇത്രയും നേരം നീ പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് ഒന്നും വർക്കൗട്ടായി. ശരിക്കും വർക്കൗട്ട് ആണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവില്ലേ? ഒരു ബുക്ക്, നോട്ട് ബുക്ക് വലിച്ചു കഴിഞ്ഞ മിച്ചം. അതിന് നമ്മൾ തോന്നില്ലല്ലോ. പിന്നെ അതുപോട്ടെ അതല്ല സംഭവം. നമുക്ക് ആ ബില്ല് കിട്ടുക എന്നുള്ളതാണ്. ആരാടി തോറ്റോടിയത്? ആർട്സ് ക്ലബ്ബ് കയ്യിൽ നിന്ന് പോയല്ലോ. ആർട്സ് ക്ലബ്ബ് കയ്യിൽ നിന്ന് പോയെങ്കിലേ ഈ കാലിന് തിരിച്ചു വരും, അറിയാം. കാണാം. നീ കൂവൊക്കെ നീ നിർത്തിക്കോ. അപ്പൊ ആദ്യം ചുരുട്ടി എറിഞ്ഞതിൽ ഇവളെന്തോ പ്രതീക്ഷിച്ചണല്ലോ. പരിഭവമാണോ? ഒന്നുമില്ല. ഇതിന്റെ ഇടയിൽ വേറെന്തോ ഒന്ന് വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. അതല്ല, നമ്മളെ പരിപാടി നോക്കാം. അപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ലല്ലോ. അല്ല, ഇത് സാധാരണ വർക്കൗട്ടാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ വർക്കൗട്ട് ആയില്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്. ഈ പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ ചേച്ചി വൃത്തിയാക്കിട്ടിട്ട് പോയതല്ലേ ഉള്ളു. ഉടനെ തന്നെ വന്ന് പിന്നെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ചേച്ചി വൃത്തിയാക്കിയല്ലേ? വൃത്തിയാക്കിട്ട് തൂത്ത് എവിടെ കൊണ്ടുപോയി? അപ്പുറം കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പുറം? അപ്പുറത്ത് കൊണ്ടിട്ടുണ്ട്. എപ്പുറത്ത്? പോയാ പിടിച്ചെന്ന ആവശ്യമുണ്ട്. അങ്ങ് എവിടെ? അവിടെ ഇരിക്കും, പുറകിലായിരിക്കും. ചേച്ചി പുറകിലല്ലേ? ഇറങ്ങാൻ സമയമായി. വരുന്ന പോലെ വരട്ടെ. വീട്ടിൽ ചെന്നാൽ ഒരു മനസ്സമാനമില്ല. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പിടിച്ചെങ്കിലും മാറ്റിയല്ല. സാറേ, എല്ലാവിധ ആശംസകളും.
ചിരിക്കണടാ അങ്ങോട്ട് കുത്തിയിളക്ക് അടിയിൽ നിന്ന് കുത്തിയിളക്ക്. അതുകൊണ്ട് ആ പേപ്പറെ മാറ്റി വയ്ക്കണം. ഒക്കെ ഞാൻ നോക്കണുണ്ടില്ലേ കുത്തിയിളക്ക് പിന്നെ നോക്കിക്കൊണ്ടിരുന്നാലാ. എന്താ മൂന്നെണ്ണം കൂടി കിടന്ന് തപ്പുന്നത്? എൻ്റെ ഒരു സ്വർണ്ണ മോതിരം. പിന്നെ സ്വർണ്ണമോതിരം ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ നിങ്ങൾ കാണുമ്പോൾ വിളിക്കാൻ. ഇതിൽ മൂന്നെണ്ണം കൂടി ഇങ്ങനെ തിരഞ്ഞു നടക്കുക. ഓടാ കള്ളത്തരം പറയാതെ. പിന്നെ കട അടയ്ക്കാൻ പോവാ, പരിപാടി ഉണ്ട്. പൈതി പൈസ വേണേ എടുക്കാം. ഇന്നലത്തെ അല്ലേ ചിലവാത്ത വല്ല ഉണ്ടെങ്കിൽ കൊണ്ട് കുഴിച്ചു കൂട്. വെറുതെ ഇറങ്ങി വാങ്ങിച്ചോളാം. വെറുതെ തരുമെങ്കിൽ വാങ്ങിച്ചോളാം. ആ വെറുതെ തരാൻ പരിപാടി ഇല്ല. അങ്ങോട്ട് നടത്താണ്ട് ഇതിന്റെ ഇടയിലോട്ട് നോക്ക്. ഇതാ ഇതിന്റെ ഇടയിൽ നോക്ക്. ഇതിന്റെ നീ അപ്പൊ ശരിക്കും സ്വർണ്ണമോതിരം ഉണ്ടോ? എടാ ഒന്നും ഇല്ലേഞ്ഞോ? ഒന്ന് പറഞ്ഞിട്ട് പോടാ. ഇതിന് നന്നായിട്ട് ചുരുട്ടി കൂട്ടി അറിയൂടായിരുന്നാ? ഇത് ഞങ്ങൾ ചുരുട്ടി എടുത്തില്ല, അവിടെ അങ്ങനെ തന്നെ കിടന്നു. ഉള്ളിൽ തുളയ്ക്കെടുക്കാൻ കുറെ പാടുപെടുമല്ലേ. ബ്ലൗസ് 2.5 മീറ്റർ. ഇത് തന്നെ ഇത് തന്നെ കോളേജിന്റെ മുത്തുകളാണ്. സാറിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? നമ്മൾ ഇത്ര വലിയ കാര്യമാണോ ചെയ്തത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു തുണിക്കടയിൽ ബില്ല് എന്താ ഇത്ര പ്രത്യേകത? എന്തായിരിക്കും ബില്ല്?